പാട്ടിൻ്റെ ഡാൻസിൻ്റെ ഒക്കെ ഇടയിലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നു. ഞാൻ വിട്ടുപോയി, നിങ്ങളെ മറന്നുപോയി. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ശകലം എണ്ണ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ശകലം കസ്കസ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കസ്കസ് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കും. ഇനി അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, പുതിന, മല്ലിയില അതും കൂടെ ആഡ് ചെയ്തു. വെളുത്തുള്ളിയും ശകലം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചുവന്നുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മിക്സിയിലുള്ള ബാക്കിയും കൂടെ ഇങ്ങോട്ടങ്ങ് ഒഴിക്കും. ഫ്ലെയിം ഒന്ന് നല്ലോണം കൂട്ടി അതങ്ങ് അവിടെ നിന്ന് തിളക്കട്ടെ. എന്തായാലും തിളച്ചു. ശകലം ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് മട്ടൺ ആഡ് ചെയ്യാം. ഇനി മട്ടൺ ഇവിടെ ഇരുന്ന് നല്ലോണം വേവട്ടെ. തക്കാളിയും കൂടെ അരിഞ്ഞിടാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ശകലം ഉപ്പിടാം ഉള്ളി വഴറ്റാൻ, പെട്ടെന്ന് വഴറ്റി കിട്ടും. പട്ട, ഗ്രാമ്പു, പിന്നെ ഈ തക്കോലം, ഏലക്ക ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇതൊക്കെ അവിടെ അടുപ്പത്തിട്ട് വെന്തോട്ടെ, അപ്പോഴേക്കും നമുക്കിത് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഉള്ളി വഴറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ശകലം നെയ്യും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഈ മട്ടൺ ഗ്രേവിയിലേക്കും കുറച്ചും കൂടി മസാല ആഡ് ചെയ്യാം, കുറച്ചുകൂടെ ടേസ്റ്റിയർ ആവാൻ വേണ്ടി. ഇതൊന്ന് ഇരുന്ന് വറ്റി വരണം. മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണി കഴിച്ചിട്ടുള്ള കോഴിക്കോട് തന്നെയാണ്. പിന്നെ അതിപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന എൻ്റെ മമ്മി പ്രിപ്പയർ ചെയ്യാറുണ്ട് കോഴിക്കോടൻ ബിരിയാണി. പിന്നെ വല്ലപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എനിക്കെന്തോ മമ്മി പ്രിപ്പയർ ചെയ്ത് തരുന്നതിൻ്റെ ആ ഒരു സ്വാദാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. ഉള്ളിയും വഴറ്റിക്കഴിഞ്ഞു. ഇവിടെ മട്ടൺ വെന്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ആണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യിൽ. മുന്തിരിങ്ങ വഴറ്റിട്ട് ഇങ്ങനെ ഈ ബോൾസ് ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. പക്ഷേ ഇത് എടുത്ത് മാറ്റുമ്പോൾ ഉടനെ തന്നെ അതങ്ങ് ഇതായി പോവും, ചുരുങ്ങി പോവും. നമ്മളിപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും ഇറച്ചിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശകലം മസാല, അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് ഇറച്ചി ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ, ഉള്ളി, മുന്തിരിങ്ങ, അടിക്കും. ഇനി വീണ്ടും അരി വഴറ്റി വെച്ചിരിക്കുന്നത്, ഉള്ളി, നട്ട്സ്, പിന്നെ മുന്തിരി പ്ലസ് മസാല കൂടെ ഈക്വൽ എമൗണ്ട് ഓഫ് അത് മട്ടനും ആഡ് ചെയ്യണം, ഇറച്ചി ആഡ് ചെയ്യണം, ആവശ്യത്തിന് നെയ്യും.
എന്തായാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കി, ഒരു കുട്ടി സൈഡ് ഡിഷ് കൂടെ ഉണ്ടാക്കിയേക്കാം അല്ലേ? ബിരിയാണിയുടെ കൂടെ സാലഡ് കഴിക്കുന്നുണ്ട്, ആർക്കും വിരോധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു തൈര് സാലഡും കൂടെ ഞാൻ ഉണ്ടാക്കുകയാണ്. വേണ്ട എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും സവാള വേണം, പിന്നെ ടൊമാറ്റോ, പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ശകലം മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഒരു മല്ലി ഫ്ലേവർ ടേസ്റ്റ്, ശകലം ഉപ്പും. എന്തായാലും അതും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിഭവം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയത്, ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സാലഡും കൂടെ സൈഡിൽ വെച്ചു, 2 പപ്പടവും. അപ്പം എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി റിസൾട്ട് അറിഞ്ഞാൽ മതി. വല്ലാണ്ടങ്ങ് വേവണ്ട, വല്ലാണ്ട് വെന്ത അങ്ങ് കുഴഞ്ഞു പോകും. ഒരുവിധം വെന്തു എന്നാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഹാൻഡിൽ വിത്ത് കെയർ. വറുത്ത കോഴി, ടങ്ക് വറുത്ത കോഴി, ടങ്ക് രക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ കോഴി ഹാഫ് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മസാല, നമ്മുടെ മെയിൻ സാധനമായ മസാല ഉണ്ടാക്കണം. ഇതിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. അതായത് ചെറിയൊരു സോസ്. ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് അല്ല, നെയ്ച്ചോറിന് ഇങ്ങനെ ടച്ചിങ്സാണ്. അപ്പോൾ ഞാനൊരു വീട്ടിലിങ്ങനെ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് കഴിച്ചിട്ട്, പക്ഷേ ഇതുപോലെ അല്ല ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്വന്തം ക്രിയേഷനാണ്. വാളംപുളി, ഉപ്പ്, കുറച്ചധികം പഞ്ചസാര, കുറച്ച് മുളക് പൊടി, ഇതും കൂടെ ഇട്ടൊന്ന് അരയ്ക്കാം. കുറച്ച് വെള്ളം ചേർക്കണം. പുളിയുടെ കുരു ഇല്ലാതിരുന്നാൽ വളരെ നല്ലതാണ്. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി നമ്മുടെ പാൻ എടുത്ത് വയ്ക്കാം. ഇനി വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലം വേണം. ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട്, അത്യാവശ്യത്തിന് സ്ഥലമുണ്ട്, പിന്നെ നമുക്ക് അത്യാഗ്രഹമാണല്ലോ. ഇച്ചിരി തന്നാലൊന്നും പോരാ, പിന്നെ ഒരുപാട് പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മസാല നമുക്ക് റെഡിയാക്കാം. ഇതേ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. കുറച്ചൊഴിച്ചാൽ മതി. ഇത്ര ഒഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചെറിയ പാത്രം മതി, പിന്നെ ഇച്ചിരി ലാവിഷായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഇതിലേക്ക് ഇതാക്കുന്നതാണേ. ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതൊന്നുകൂടെ ഗ്രൈൻഡ് ചെയ്യാം. സിമ്പിൾ ഡിഷൊക്കെ തന്നപ്പോൾ ഞങ്ങൾക്ക് അഹങ്കാരമായിരുന്നു. ചാടി ഓടി പാട്ടും ഡാൻസും ബഹളവും. അപ്പം എന്തേ ആരുമില്ല, എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിനകത്തിടാം. ഇത്ര ഇടാം. പിന്നെ വേണമെങ്കിൽ നമുക്കിടാം, അല്ലെ മസാലയുടെ കുത്ത് കൂടിയാലും കുഴപ്പമാണ്. സവാള ഇടാം. സവാള വേണമെങ്കിൽ തീരെ പൊടിയായിട്ട് അരിയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതി ആക്കിയിട്ട് പിന്നെ അരിയാം. ഉപ്പിട്ടെ. തക്കാളിയും കൂടെ ഒന്ന് വഴന്നോട്ടെ. ഇത് മല്ലിയിലയും പുതിനയും കൂടെ കുറച്ചെടുത്തിട്ട് ഒന്നിച്ചരിഞ്ഞ് വെച്ചിരിക്കുവാണേ. മസാലയ്ക്കുള്ള ഈ സവാളയും തക്കാളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ടാം. കുറച്ച് ചിക്കൻ മസാല കൂടിയാലും അതിൻ്റെ കുത്ത് വല്ലാണ്ട് ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞതിടുവാണേ. കളറിന് വേണ്ടി ഒരു ഇച്ചിരി മുളക് പൊടി അധികം വേണ്ട, വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലൊക്കെ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവാണേ. ഗ്രേവി വേണമല്ലോ. മസാല ഒന്ന് ഇച്ചിരി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കറിയാം ഇനി മസാല ചേർക്കണമെന്ന്. അതൊന്നാവട്ടെ.
നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ബാക്കി ഫുള്ളരിയും ചോറും എൻ്റെ മുകളിൽ വിതറുക. ഞാനിതിൽ ആദ്യം ഒരു ലെയർ റൈസ് ഇട്ടു, അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ടു, പിന്നെയും ബാക്കി ഫുൾ റൈസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന മസാലയും കൂടി ഇതിനകത്തിട്ടു. പിന്നെ കുറച്ച് നട്ട്സും കിസ്മിസും നെയ്യിൽ വറുത്തതും ഇതിനകത്തിട്ടു. ഇനി ഒരു ചെറിയ ടിപ്പ്, കുങ്കുമപ്പൂ പാല് കലക്കിയത്. കളർ വന്നില്ല. കുറച്ച് റോസ് വാട്ടർ മതിയാവും. ഈ മല്ലിയിലയും പുതിനയിലയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുക. പിന്നെ നമ്മുടെ വറുത്ത സവാള. സമയം തീരാറായി എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ കൂടി. നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വയ്ക്കാം ഒരു മുട്ട. ഇപ്പോൾ 2 മുട്ട ഏകദേശം ഇതായിപ്പോയി. ഈ മുട്ട നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല, കാണാൻ വലിയ കുഴപ്പമില്ല. ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ടൈം കഴിയാറായി എന്ന് പറഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ചുണ്ടാക്കിയതാണ്. ഇനി നമുക്ക് അതിനുള്ള സാലഡും പിക്കിളും ഒക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാം. കറക്റ്റ് ടൈമിൽ എല്ലാം തീർത്തു കഴിഞ്ഞു, റെഡി അല്ലേ? സ്വീറ്റ് ടാമറിൻ, പുളിയും മധുരവും കൂടി ഉള്ളത് അല്ലേ? ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ദമ്മിടാനുള്ള പരിപാടി? ദമ്മിടാൻ എനിക്ക് അറിയില്ല. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു സമയം കറക്റ്റായിട്ട് പാലിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാണ്ട് 1.5 മണിക്കൂറിൽ തന്നെ കറക്റ്റ് തീർത്തു. സജിത കഴിഞ്ഞിട്ടില്ല, സജിത റൈസ് വേവിച്ചിട്ടില്ല ഇപ്പോഴും. ഇനിയിപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. ഈ പൈനാപ്പിളൊക്കെ അതിൽ കുറച്ച് ചോപ്പ് ചെയ്തിടും, ഗാർണിഷ് ചെയ്യാൻ പറ്റും. ചിലയിടത്തൊക്കെ അങ്ങനെയുണ്ട്, പൈനാപ്പിൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. പക്ഷെ പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും ഇട്ടില്ല. കൊള്ളത്തില്ല. റോസ് വാട്ടർ ഇച്ചിരി. ചില സ്ഥലത്തൊക്കെ ചില ആൾക്കാർ ചില ഷോപ്സിലൊക്കെ പൈനാപ്പിൾ എസൻസ്. ഞാൻ റോസ് വാട്ടർ ആണല്ലേ? റോസ് വാട്ടർ. നമ്മുടെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. പൈനാപ്പിൾ, ഉള്ളി മൊരിച്ചത്, പുതിനയും മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നട്ട്സും കിസ്മിസും വറുത്തത്, പുളി സോസ്, സാലഡ്, മുട്ട.